ഗാസയിൽ ഭക്ഷണം കാത്തിരുന്ന 12 പേരടക്കം 25 പലസ്തീനികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 67,000-ലേക്ക് കടന്നു. 12 പേർ കൊല്ലപ്പെട്ടത് പട്ടിണി കിടന്ന് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരുന്നാണ്. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ്. 10 ലക്ഷം പേരാണ് ഗാസ സിറ്റിയിൽ ഉള്ളത്. അവരെ നിർബന്ധിതമായും അവിടെ നിന്നും ഒഴിപ്പിക്കും എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ മാത്രം 300 വീടുകളാണ് ബോംബിട്ട് തകർത്തിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും ആയിരക്കണക്കിന് വീടുകളിലേക്ക് ആക്രമണം പടർത്തുകയാണ്. ഒപ്പം ഇസ്രായേലിനെതിരെ യുഎസിലും വൻ പ്രതിഷേധം നടക്കുകയാണ്. ന്യൂയോർക്കിൽ 105 സംഘടനകൾ ചേർന്ന് പട്ടിണി മരണം ഗസയിൽ ഉണ്ടാകുന്നതിനെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അൽ ജസീറ മാധ്യമപ്രവർത്തകൻ അനസ് അൽ ഷെരീഫ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നത്. അനസ് അൽ ഷെരീഫ് ഹമാസിന്റെ സായുധ സംഘത്തിലെ നേതാവാണെന്നും ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ പങ്കുവഹിച്ചെന്നുമായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ആരോപണം. എന്നാൽ അനസിന്റെ മരണത്തിന് പിന്നാലെ അനസും മകളും തമ്മിൽ ഗാസയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്റർനെറ്റിൽ കണ്ണീര് പടർത്തുന്നത്. വീഡിയോയിൽ അനസ് തന്റെ മകളോട് ഗാസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഖത്തർ, ജോർദാൻ, ഈജിപ്ത്, തുർക്കി എന്നിങ്ങനെ രാജ്യങ്ങളുടെ പേരുകളും പറയുന്നു. എന്നാൽ അപ്പോഴെല്ലാം തനിക്ക് ഗാസയിൽ തുടരണമെന്നാണ് അനസിന്റെ മകൾ നിർബന്ധം പിടിക്കുന്നതും കാണാം. വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് അനസ് മകളോട് അവർക്ക് പറയാനുള്ളത് ലോകത്തോട് പറയാനും ആവശ്യപ്പെടുന്നുണ്ട്. തുടർന്ന് നമ്മൾ പോകുന്നില്ല എന്ന് ആ കുഞ്ഞ് തറപ്പിച്ച് പറയുന്നു. ആ വീഡിയോയാണ് ഇപ്പോൾ നോവ് പടർത്തുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അനസ് അൽ ഷെരീഫ് ഉൾപ്പെടെ 4 മാധ്യമപ്രവർത്തകരായിരുന്നു കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിയിലെ ഷിഫ ആശുപത്രിക്ക് സമീപം ഒരു ടെന്റിലായിരുന്നു മാധ്യമപ്രവർത്തകർ. ഗാസയിലെ യാഥാർത്ഥ്യങ്ങൾ പുറം ലോകത്തെ അറിയിച്ചതിനാലാണ് അദ്ദേഹത്തെ ലക്ഷ്യമിട്ടതെന്ന് അൽ ജസീറയും മാധ്യമ അവകാശ സംഘടനകളും പറയുന്നു. അതേസമയം യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 200ഓളം മാധ്യമപ്രവർത്തകർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് നിരീക്ഷകർ പറയുന്നത്.